എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ SCERTയുടെ 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയാണ് എടുക്കുന്നത്. വിസർജന വ്യവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ എക്സ്ക്രീഷൻ്റെ ഒരു നിർവചനമാണ് കൊടുത്തിട്ടുള്ളത്. മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങൾ, അതായത് മാലിന്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. മനുഷ്യ ശരീരത്തിലെ വിസർജന അവയവങ്ങൾ വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരൾ. അപ്പോൾ ഇവയിൽ ഓരോന്നിലൂടെയും ഓരോ മാലിന്യങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ത്വക്കിലെ ഗ്രന്ഥികളാണ് സ്വേദഗ്രന്ഥികൾ. അപ്പോൾ വിയർപ്പിലൂടെ പുറത്തേക്ക് വിടുന്നത് അമിതമായിട്ട് വരുന്ന ജലവും അതുപോലെ ലവണങ്ങളും ഒക്കെ വിയർപ്പിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ശരീര താപനില ഒരു ക്രമത്തിലായിട്ട് നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്നത് ത്വക്കാണ്. കോശങ്ങളിൽ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവാണ് അമോണിയ. അപ്പോൾ അമോണിയ അവിടെ ഒരു മാലിന്യമാണ്. അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നത് കരളാണ്. അപ്പോൾ വിഷാംശമൊക്കെ കുറയ്ക്കുന്ന ഒരു അവയവമാണ് കരൾ. നമ്മുടെ പുനരുജ്ജീവന ശേഷിയുള്ള ഒരു അവയവം കൂടിയാണ് കരൾ. അപ്പം അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നു. അമോണിയ കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നമാണ് യൂറിയ. കരളിൽ വെച്ച് അമോണിയയിൽ നിന്ന് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി, ഓർണിത്തൈൻ സൈക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യൂറിയ ഉണ്ടാക്കുന്ന ജീവികളെ നമ്മൾ ഓർണിത്തൈൽസ് എന്ന് പറയാറുണ്ട്. ശരീരത്തിൻ്റെ പുനരുൽപാദന ശേഷിയുള്ള അവയവമാണ് കരൾ. യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റ് പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് മരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക. അപ്പോൾ കരളിലുണ്ടാകുന്ന അമോണിയയെ യൂറിയാക്കിയിട്ട് കരളാണ് യൂറിയാക്കി മാറ്റുന്നത്. അപ്പോൾ അമോണിയ മെറ്റബോളിക് പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നു, അതിനെ യൂറിയ ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ അങ്ങനെ വിഷാംശം കുറഞ്ഞ യൂറിയ എവിടേക്കൂടെ പുറത്തേക്ക് പോകുന്നു? വൃക്കയിലൂടെ വൃക്ക പുറന്തള്ളുന്നു. ഇനി അടുത്തതായിട്ട് വിസർജന അവയവങ്ങളും ധർമ്മങ്ങളും. അപ്പോൾ വിസർജന അവയവങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് ഉള്ളത് ത്വക്കാണ്. ധർമ്മങ്ങൾ താപനില, ജലലവണ ക്രമീകരണം. ശ്വാസകോശം ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ പുറന്തള്ളുന്നു. ഓക്സിജൻ്റെ തോത് ക്രമീകരിക്കൽ, അതുപോലെ pH ക്രമീകരണം. ഇതൊക്കെ ശ്വാസകോശത്തിൻ്റെ ധർമ്മങ്ങളാണ്. നമ്മൾ വായു പുറത്തേക്ക് വിടുമ്പം ചെറിയ അളവിൽ ജലവും പുറത്തേക്ക് പോകുന്നുണ്ട്. ചെറിയ നീരാവിയുടെ അളവിലേക്കായിട്ട് ജലം പുറത്തേക്ക് പോകുന്നു. കരൾ യൂറിയ നിർമ്മാണം, മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. നമ്മളെന്തെങ്കിലും വിഷപദാർത്ഥങ്ങൾ, നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ നിർവീര്യം കുറഞ്ഞതാക്കി മാറ്റുന്നതൊക്കെ നമ്മുടെ കരളാണ്. അതുപോലെ മദ്യം അങ്ങനെയുള്ള വിഷവസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കരളാണ് അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വൃക്ക യൂറിയയും ജലവും പുറന്തള്ളുന്നു. ലവണ ജല സന്തുലനം, രക്തസമ്മർദ്ദ ക്രമീകരണം, pH ക്രമീകരണം. അപ്പോൾ ഇത്രയും ധർമ്മങ്ങളാണ് വൃക്കയ്ക്കുള്ളത്. അപ്പോൾ വൃക്കയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പ്രധാനമായിട്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു അവയവം. അപ്പം അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. രക്തത്തിൽ നിന്നും മൂത്രം രൂപപ്പെടാൻ സഹായിക്കുന്ന അവയവമാണ് വൃക്ക. മനുഷ്യനുള്ള വൃക്കകളുടെ എണ്ണം ഒരു ജോഡി, അതായത് 2 എണ്ണമാണ്. വൃക്കകളുടെ ആകൃതി പയറുവിത്തിൻ്റെ ആകൃതിയാണ്. വൃക്കകൾ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. അപ്പോൾ വൃക്കകളുടെ സ്ഥാനം എവിടെയാണ്? ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായിട്ട്. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. നമ്മൾ ശ്വാസകോശം പഠിച്ചപ്പോൾ ആൽവിയോളയൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ആൽവിയോളൈ ശ്വാസകോശത്തിനാണെങ്കിൽ നെഫ്രോൺ ഏതിനാണ്? വൃക്കയ്ക്കാണ്. വൃക്കകളെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരിട്ടോണിയം. അപ്പം ശ്വാസകോശത്തിൻ്റെയും അതുപോലെ ഹൃദയത്തിൻ്റെയൊക്കെ ഇരട്ട സ്ഥലം പോലെ തന്നെ വൃക്കയ്ക്കും ഇരട്ട സ്ഥലമുണ്ട്. അതിൻ്റെ പേര് പെരിട്ടോണിയം എന്നാണ്. പെരിട്ടോണിയം നമ്മൾ പുതിയൊരു അറിവാണിത്. അത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇനി വൃക്കയുടെ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലേതെന്ന പോലെ തന്നെ വൃക്ക ധമനിയിലൂടെ രക്തം വരുന്നു, അതുപോലെ സിരയിലൂടെ രക്തം തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു വൃക്കാധമനിയും വൃക്കാസിരയും ഒക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് കാലിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് വൃക്കാധമനിയെ തുടർന്ന് വരുന്നത്. പിന്നീട് പെൽവിസ്, അതുപോലെ കോർട്ടെക്സ് വൃക്കയുടെ പുറം ഭാഗമാണ്.
മെഡുല്ലയാണെങ്കിൽ വൃക്കയുടെ അകംഭാഗമാണ്. പിന്നീട് ഈ മാലിന്യങ്ങളെയൊക്കെ അരിച്ച് ശേഷം വരുന്ന മൂത്രവാഹിയിലൂടെ പുറത്തേക്ക് എത്തുന്നു. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നതിന് സഹായിക്കുന്ന വൃക്കകളിലെ അതിസൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. ഓരോ വൃക്കയിലും ഏകദേശം 12 ലക്ഷം നെഫ്രോണുകളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 12 ലക്ഷം നെഫ്രോണുകളാണ് ഏകദേശം ഉള്ളത്. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് വൃക്കാധമനി, റീനൽ ആർട്ടറി. വൃക്കകളിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴലാണ് വൃക്കാസിര. മൂത്രവാഹിയുടെ ആരംഭ ഭാഗമാണ് പെൽവിസ്. വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രസഞ്ചിയിൽ എത്തിക്കുന്ന കുഴലാണ് മൂത്രവാഹി, യുറീറ്റർ. മൂത്രവാഹിയിൽ നിന്നും മൂത്രം ശേഖരിക്കുന്ന ഭാഗം മൂത്രസഞ്ചി, മൂത്രാശയം. മൂത്രം പുറത്തേക്ക് വരുന്ന കുഴലാണ് മൂത്രനാളി, യൂറിത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. വൃക്കയുടെ ആന്തരഭാഗങ്ങളും സവിശേഷതകളും. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്ന ഭാഗം കോർട്ടെക്സ്. അപ്പോൾ അരിപ്പകൾ പുറം ഭാഗത്താണ് കാണപ്പെടുന്നത്, കോർട്ടെക്സിലാണുള്ളത്. കോർട്ടെക്സിന് ഇളം നിറമാണ്. വൃക്കയുടെ കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല്ല. അപ്പം നമ്മൾ തലച്ചോറൊക്കെ പഠിക്കുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നിറം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വൃക്കയിൽ കടും നിറമുള്ള ഭാഗമാണ് മെഡുല്ലയായിട്ട് വരുന്നത്. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല. നെഫ്രോണുകളുടെ അരിപ്പകളിൽ നിന്നും മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. നമ്മൾ പറഞ്ഞിരുന്നു മൂത്രവാഹിയുടെ ആരംഭ ഭാഗമാണ് പെൽവിസ് എന്ന്. ഇനി നെഫ്രോണിൻ്റെ ഘടന മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു അഫറൻ്റ് വെസലുണ്ട്, അതുപോലെ ഇഫറൻ്റ് വെസലുണ്ട്. അപ്പോൾ ഈ 2 വെസലുകളിലൂടെയാണ് അകത്തേക്കും അതുപോലെ പുറത്തേക്കും നമ്മുടെ രക്തം അരിച്ചു മാറ്റുന്നതിന് മുമ്പും അരിച്ചു മാറ്റിയതിന് ശേഷമൊക്കെ തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആ ഒരു രൂപപ്പെട്ടിരിക്കുന്ന രക്തക്കുഴലുകളെല്ലാം കൂടി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഘടനയുണ്ട്. അതൊരു ബോൾ പോലെ അവിടെ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂൾ അവിടെ രൂപപ്പെട്ടുകൊണ്ടാണ് ഈ അരിക്കലും പ്രവൃത്തികളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിലൂടെ ശേഖരിച്ചിട്ട് അവിടെ നിന്ന് അരിച്ചു മാറ്റിയ രക്തം പുറത്തേക്ക് ഇഫറൻ്റ് വെസൽ വഴി പോകുന്നു. അതുപോലെ ബാക്കി വരുന്ന വേസ്റ്റായിട്ടുള്ള മൂത്രം ശേഖരണനാളിയിലേക്ക്, വൃക്കാനാളികയിലൂടെ ശേഖരണനാളിയിലേക്ക് എത്തുന്നു. അങ്ങനെ പുറത്തേക്ക് വിടുന്നു. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ്. അപ്പോൾ അവിടെ ഒരു സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബോളിൻ്റെ അതുപോലെ ക്യാപ്സ്യൂളിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്, അതാണ് ക്യാപ്സുലാർ സ്പേസ്. ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ സൂക്ഷ്മ ലോമികാജാലമാണ് ഗ്ലോമറുലസ്. അപ്പോൾ അവിടെ രക്തക്കുഴലുകൾ ചേർന്നുകൊണ്ട് ഒരു ലോമികാജാലം രൂപപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് ഗ്ലോമറുലസ്. ലോമികാജാലത്തിനുള്ളിലേക്ക്, അതായത് ഗ്ലോമറുലസിനുള്ളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലാണ് അഫറൻ്റ് വെസൽ. ലോമികാജാലത്തിൽ നിന്ന്, അതായത് ഗ്ലോമറുലസിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴലാണ് ഇഫറൻ്റ് വെസൽ. അപ്പോൾ അകത്തേക്ക് അഫറൻ്റ് എന്നോർത്ത് വെക്കുക, പുറത്തേക്ക് പോകുന്നത് ഇഫറൻ്റ് വെസലാണ്. അഫറൻ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് ഗ്ലോമറുലസ്. നമ്മൾ പറഞ്ഞു അവിടെ ഒരു ലോമികാജാലം രൂപപ്പെടുന്നു, അങ്ങനെ അവിടുന്ന് അരിക്കൽ പ്രക്രിയ നടക്കുന്നുവെന്ന്. ഇഫറൻ്റ് വെസലിൻ്റെ തുടർച്ചയായി വൃക്കാനളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനളിക ലോമികാജാലം. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണനാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക. അവിടെ വൃക്കാനളിക പിക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. റീനൽ ട്യൂബ്യൂൾ. വൃക്കാനളികകൾ വന്നു ചേരുന്നതും മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതുമായ ഭാഗമാണ് ശേഖരണനാളി, കളക്റ്റിംഗ് ഡക്റ്റ്. മൂത്രം രൂപപ്പെടുന്ന പ്രക്രിയകളാണ് ഇനി പറയുന്നത്. സൂക്ഷ്മ അരിക്കൽ, അൾട്രാ ഫിൽട്രേഷൻ. രക്തം ഗ്ലോമറുലസിൽ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നതിൻ്റെ ഫലമായി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. അപ്പോൾ ആ ഒരു ക്യാപ്സ്യൂളിനകത്ത് വെച്ചാണ് അരിക്കൽ നടക്കുന്നത്. അങ്ങനെ സൂക്ഷ്മ അരിക്കലിന് ശേഷം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന ദ്രാവകം ഉണ്ടാവുന്നു. അഫറൻ്റ് വെസലിൻ്റെയും ഇഫറൻ്റ് വെസലിൻ്റെയും വ്യാസവ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഉയർന്ന മർദ്ദമാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. അവിടെ ഉണ്ടാകുന്ന
വ്യാസവ്യത്യാസം മൂലമുണ്ടാകുന്ന ഉയർന്ന മർദ്ദമാണ് ആ ഒരു അരിക്കലിന് സഹായിക്കുന്നത്. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയോണുകൾ, വിറ്റമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ജലവും ലവണങ്ങളും ഒക്കെയാണ് ഈ ഒരു ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിലുള്ളത്. ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അമിനോ ആസിഡുകൾ, അതുപോലെ ക്രിയാറ്റിനുകൾ, പിന്നെ അയോൺസ്, വിറ്റമിൻസ്, അതൊക്കെ. പുനരാകിരണം, റീഅബ്സോർപ്ഷൻ. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യ വസ്തുക്കൾ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നു. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ നിന്നും പൂർണ്ണമായ ആകിരണം നടക്കുന്ന ഘടകങ്ങൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരീരം പുനരാകിരണം ചെയ്തെടുക്കുന്നു. അപ്പോൾ അവിടെ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് ഉണ്ടായെങ്കിലും അതിൽ നിന്നും ശരീരത്തിന് കുറച്ചൊക്കെ പുനരാകിരണം ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്ലൂക്കോസ് നമ്മുടെ എനർജിയുടെ പ്രധാന ഘടകമാണ്. അതുപോലെ അമിനോ ആസിഡ് പ്രോട്ടീൻ്റെ ചെറുരൂപമാണ്. അത് ശരീര നിർമ്മിതിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ പൂർണ്ണമായും ആകിരണം നടക്കുന്ന ഘടകങ്ങളാണ്. ഭാഗികമായി ആകിരണം നടക്കുന്ന ഘടകങ്ങൾ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയോണുകൾ, ജലം. അപ്പം ജലവും ലവണങ്ങളുടെയൊക്കെ പൂർണ്ണമായ ആകിരണമില്ല, ഭാഗികമായി മാത്രം ആകിരണം ചെയ്യുന്നു. ഇനി സ്രവണം, സെക്രീഷൻ. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനളികയിലേക്ക് സ്രവിക്കുന്നു. വൃക്കാനളികയിൽ നിന്നും ശേഖരണ നാളിയിൽ എത്തുന്ന ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അധികമുള്ള ജലം ശേഖരണ നാളിയിൽ വെച്ച് ആകിരണം ചെയ്യുന്നു. അപ്പോൾ ശേഖരണ നാളിയിലും ഒരു ആകിരണം അവിടെ നടക്കുന്നുണ്ട്. ജലത്തിൻ്റെ ചെറിയൊരു ആകിരണം കൂടി അവിടെ നടക്കുന്നുണ്ട്. ശേഖരണ നാളിയിൽ നിന്നും പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകമാണ് മൂത്രം. മൂത്രത്തിലെ ഘടകങ്ങൾ ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽഷ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവ. ഇനി അടുത്തതായിട്ട് വൃക്കാരോഗങ്ങൾ. അപ്പോൾ വൃക്കയുടെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. രക്തം അരിച്ചു മാറ്റിക്കൊണ്ട് മൂത്രത്തിലൂടെ ജലവും ലവണങ്ങളും ഒക്കെ പുറന്തള്ളുന്നു. അതുപോലെ ശുദ്ധമായ രക്തം ഇഫറൻ്റ് വെസലിലൂടെ പുറത്തേക്കും വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വൃക്ക നല്ലവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ, അതുപോലെ നമ്മുടെ ചില അശ്രദ്ധകൾ കൊണ്ട് വൃക്കയ്ക്കൊക്കെ കുഴപ്പമുണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന രോഗമാണ് വൃക്കയിലെ കല്ല്. അപ്പോൾ നമ്മൾ മൂത്രത്തിലെ കല്ല് എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് വൃക്കയിലെ കല്ല്. അപ്പോൾ കാൽഷ്യം ലവണങ്ങളാണ് ഇതിന് കാരണം. കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന രോഗമാണ് വൃക്കയിലെ കല്ല്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സലേറ്റ്. അപ്പോൾ ആ ഒരു എന്താണ് രാസപരമായി എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാൽഷ്യം ഓക്സലേറ്റ് ആണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്ന അവസ്ഥയാണ് റീനൽ കാൽക്കുലെ. റീനൽ കാൽക്കുലെ എന്ന പേരും നോട്ട് ചെയ്ത് വെക്കുക. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്ക്. വൃക്കയിലെ കല്ലിൻ്റെ ലക്ഷണങ്ങൾ അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദി. ശരീരത്തിനുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് എപ്പോഴും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് നെഫ്രൈറ്റിസ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വൃക്കകൾക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. എന്താണ് കാരണം? ശരീരത്തിലുണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ വിഷബാധ. നെഫ്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിനും വീക്കം. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം. അനിയന്ത്രിതമായ പ്രമേഹം കിഡ്നിയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പോകുന്ന അവസ്ഥയാണ് ഗ്ലൈക്കോസൂറിയ. അപ്പോൾ ഗ്ലൈക്കോസൂറിയയുടെ എന്താണ് ഗ്ലൈക്കോസൂറിയ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്റ്റ് റിയേജൻറ്റ്. ഗ്ലൂക്കോസിൻ്റെ അളവും ബെനഡിക്റ്റ് റിയേജൻറ്റ് ചേർക്കുമ്പോഴുള്ള സാമ്പിളിൻ്റെ നിറവും. അപ്പോൾ ആ നിറം നോക്കിയിട്ടാണ് എത്രമാത്രം തീവ്രതയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. 0% ആണെങ്കിൽ നീലയാണ്. അതുപോലെ 0.5 to 1% പച്ച നിറം, 1 to 1.5 മഞ്ഞ നിറം, 1.5 to 2 ഓറഞ്ച് നിറം. ഇനി >2 ആണെങ്കിൽ ചുവപ്പ് നിറം. അപ്പോൾ നമ്മൾ നീല നിറം ബെനഡിക്റ്റ് റിയേജൻറ്റ് ചേർക്കുമ്പോൾ ഗ്ലൂക്കോസ് നീല നിറമായി മാറുന്നു എന്ന് മാത്രം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെർസെൻറ്റേജിൻ്റെ അളവൊക്കെ പുതിയ SCRTയിലെ പോയിൻ്റാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
മൂത്രത്തിലൂടെ ആൽബുമിൻ പുറന്തള്ളാൻ കാരണമായ കിഡ്നി രോഗമാണ് ആൽബുമിനൂറിയ. അപ്പോൾ ഗ്ലൈക്കോസൂറിയ, അതുപോലെ ആൽബുമിനൂറിയ. ഗ്ലൂക്കോസ് പുറത്തേക്ക് വിടുന്നതാണ്, പുറന്തള്ളുന്നതാണ് ഗ്ലൈക്കോസൂറിയ. ആൽബുമിൻ പുറന്തള്ളാൻ കാരണമാകുന്നതാണ് ആൽബുമിനൂറിയ. കരൾ രോഗമായ മഞ്ഞപ്പിത്തം ഉള്ളവരിൽ ബിലിറൂബിൻ്റെ അളവ് വ്യത്യാസപ്പെടുന്നത് കിഡ്നിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തം ഉള്ളപ്പോൾ നമുക്കറിയാം ബിലിറൂബിൻ കുറേ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നതുകൊണ്ട് തന്നെയാണ് കഠിനമായ മഞ്ഞ നിറം അവിടെ കാണപ്പെടുന്നത്. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രപഥത്തിനും മൂത്രാശയത്തിനും ഉണ്ടാകാൻ ഇടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടസ്സപ്പെടുകയും പഴുപ്പ് കോശങ്ങൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് മൂത്രപഥത്തിലെ അണുബാധ. അപ്പോൾ അണുബാധ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. മൂത്രപഥത്തിലെ അണുബാധ വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വൃക്കയിലെ വീക്കം, നെഫ്രൈറ്റിസ് ഒക്കെ ഉണ്ടാവാൻ കാരണം ഈ അണുബാധയാണ്. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്നത് മൂലം യൂറിയയും മറ്റ് വിസർജ്യ വസ്തുക്കളും അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് യുറീമിയ. രണ്ട് വൃക്കകളും തകരാറിലാവുന്നതാണ് യുറീമിയ. യുറീമിയയുടെ ലക്ഷണങ്ങൾ: വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നു. വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന അവസ്ഥയിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹീമോഡയാലിസിസ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജോഹാൻ കോഫ്. ഡച്ച് ഡോക്ടറായ വില്യം ജോഹാൻ കോഫാണ് കൃത്രിമ വൃക്ക ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് മാറ്റിവെച്ച അവയവവും വൃക്ക തന്നെയാണ്. ഇനി ഹീമോഡയാലിസിസിൻ്റെ വിവിധ ഘട്ടങ്ങൾ. എങ്ങനെയാണ് ഹീമോഡയാലിസിസ് നടത്തുന്നത്? ധമനിയിൽ നിന്നും മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ഹെപ്പാരിൻ എന്ന രാസവസ്തു ചേർക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ രക്തം പെട്ടെന്ന് അവിടെ കട്ടപിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല, മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഹെപ്പാരിൻ ചേർക്കുന്നു. ഡയാലിസിസ് യൂണിറ്റിലൂടെ രക്തം ഒഴുകുമ്പോൾ രക്തത്തിലെ മാലിന്യങ്ങൾ ഡിഫ്യൂഷനിലൂടെ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് വ്യാപിക്കുന്നു. ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിൽ ആൻറ്റി ഹെപ്പാരിൻ ചേർത്ത് സിരകളിലൂടെ തിരികെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പം നമ്മൾ മാലിന്യം നീക്കം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഹെപ്പാരിൻ ചേർക്കുന്നു. പിന്നീട് അത് സിരകളിലൂടെ കടത്തിവിടുന്നതിന് മുമ്പ് ആൻറ്റി ഹെപ്പാരിൻ ചേർക്കുന്നു. അടുത്തതായി വൃക്ക മാറ്റിവെക്കൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. രക്തം ശുദ്ധീകരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു വൃക്ക മതി. അപ്പോൾ 2 വൃക്ക വേണമെന്നില്ല, ഒരു വൃക്കയാണെങ്കിലും മതി. ഒരു വ്യക്തിയുടെ 2 വൃക്കകളിലും തകരാറിലാകുമ്പോൾ വൃക്ക മാറ്റിവെക്കുന്നു. വൃക്ക മാറ്റിവെക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ നീക്കം ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പോയിൻ്റ് കാണുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കായി പോകും. വൃക്ക മാറ്റി വയ്ക്കുമ്പോൾ പ്രവർത്തനരഹിതമായ വൃക്കകൾ അവിടെ നിന്ന് നീക്കം ചെയ്യാതെ പറ്റുമോ നമ്മളൊന്ന് ആലോചിച്ച് പോകും. പക്ഷേ അങ്ങനെയൊന്നും കുഴപ്പമില്ല, അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ദാതാവിൽ നിന്നെടുത്ത വൃക്കയുടെ രക്തക്കുഴലുകളും മൂത്രവാഹിയും സ്വീകർത്താവിൻ്റേതുമായി യോജിപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യവാനായ ഒരാളോ പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിൽ മരണപ്പെട്ടയാളോ ആണ് ദാതാവ്. രക്തഗ്രൂപ്പ് മാച്ചിങ്, ടിഷ്യൂ മാച്ചിങ്, ക്രോസ് മാച്ചിങ് എന്നീ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. അപ്പോൾ ഇത്രയും മാച്ച് ഉണ്ടോ എന്ന് നോക്കണം. രക്തഗ്രൂപ്പ് മാത്രം പോരാ, ഈ വൃക്കയുടെ രക്തക്കുഴലുകളും ഒക്കെ സ്വീകർത്താവിൻ്റേതായിട്ട് ബന്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ടിഷ്യൂകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്രതിരോധത്തെ മന്ദീഭവിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. ലോകത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഡോക്ടർ ജോസഫ് ഇ മുറൈ, അമേരിക്കക്കാരനാണ്. ആന്തരസമസ്ഥിതി പാലനം. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആന്തരസമസ്ഥിതിയിൽ വ്യതിയാനം സംഭവിക്കുന്നു. കരൾ, വൃക്ക, ശ്വാസകോശം, ത്വക്ക് തുടങ്ങിയവയുടെ വിസർജന പ്രക്രിയയുടെ ഫലമായി ആന്തരസമസ്ഥിതി പാലിക്കപ്പെടുന്നു. ആന്തരസമസ്ഥിതി പാലനത്തിനുള്ള മാർഗങ്ങളിലൊന്നാണ് വിസർജനം. അപ്പോൾ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ആന്തരസമസ്ഥിതി പാലിച്ചു കൊണ്ടുപോവുക എന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു, നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ആന്തരസമസ്ഥിതി പാലനത്തിനുള്ള മാർഗങ്ങളാണ്. ഇനി വിസർജനം മറ്റ് വസ്തുക്കളിൽ, മറ്റ് ജീവികളിൽ. അമീബ,
അമീബ ഏറ്റവും ചെറിയൊരു ഏകകോശ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അവയവമായിട്ടുള്ള സങ്കോചഫേനമാണ് വിസർജന അവയവം. വിസർജ്യ വസ്തു അമോണിയയും ജലവുമാണ്. മണ്ണിരയാണെങ്കിൽ നെഫ്രിഡിയ എന്ന ഒരു അവയവമുണ്ട്. അമോണിയ, ജലം, യൂറിയ തുടങ്ങിയതാണ് വിസർജ്യ വസ്തുക്കൾ. ഷഡ്പദങ്ങളിൽ മാൽപീജിയൻ നളികകളാണ് വിസർജനാവയവം. യൂറിക് ആസിഡാണ് വിസർജ്യ വസ്തു. മത്സ്യം വൃക്കയാണ്. അമോണിയാണ് വിസർജ്യ വസ്തു. തവളയിൽ വൃക്കയാണ്. അതുപോലെ വിസർജ്യ വസ്തുവായിട്ട് വരുന്നത് യൂറിയയാണ്. ഉരകങ്ങളിൽ വൃക്കയാണ് വിസർജനാവയവം. യൂറിക് ആസിഡാണ് വിസർജ്യ വസ്തു. പക്ഷികളിലും സെയിം തന്നെയാണ്, യൂറിക് ആസിഡ് തന്നെയാണ്. അതുപോലെ വൃക്കയാണ് വിസർജനാവയവം. അടുത്തതായിട്ട് വിസർജനം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളുന്ന സസ്യഭാഗങ്ങളാണ് സ്റ്റൊമേറ്റ, ലെൻറ്റിസൽ. അപ്പോൾ നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല, സസ്യങ്ങളിലും, മനുഷ്യരിലും മറ്റ് ജീവികളിലും മാത്രമല്ല സസ്യങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് ഉപോൽപ്പന്നങ്ങളാണ് എന്തൊക്കെ? ഓക്സിജൻ. അതുപോലെ ശ്വസനത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും. ഇതൊക്കെ പുറന്തള്ളുന്നത് കാവൽകോശങ്ങളായ സ്റ്റൊമാറ്റ, അതുപോലെ ലെൻറ്റിസൽ എന്നിവയാണ്. ഇല കൊഴിയൽ, അതായത് അബ്സഷൻ ഓഫ് ലീവ്സ്, അതൊരു വിസർജന പ്രക്രിയയാണ്. സസ്യങ്ങളിലെ ഇങ്ങനെ അധികമായിട്ട് വരുന്ന കാൽഷ്യം, അതുപോലെ കാൽഷ്യമല്ല, അധികമായിട്ട് വരുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഇല്ലേ, നമുക്ക് സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ, സൾഫർ, നൈട്രജൻ, ബോറോൺ, അതൊക്കെ അധികമായിട്ട് വരുമ്പം അവർ ഈ ഇലകളിലേക്ക് സംഭരിക്കും. മഞ്ഞ ഇലകളൊക്കെ കാണുന്നില്ലേ, അപ്പോൾ അങ്ങനെ ആ ഇലകളിലേക്ക് സംഭരിച്ച ഇലകൾ പൊഴിഞ്ഞു പോകുമ്പം അതൊരു വിസർജന പ്രക്രിയയായിട്ട് നമുക്ക് കണക്കാക്കാം. ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിൻ്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണം നടത്തുന്നു. നമ്മൾ ഈ മരത്തിനൊക്കെ കാതൽ രൂപീകരണം കാണാറുണ്ട്. അപ്പോൾ മധ്യഭാഗത്തുള്ള സൈലം കുഴലുകളിലാണ് ഈ വിസർജ്യ വസ്തുക്കൾ വന്നടിയുന്നത്. അങ്ങനെ ഫോർമേഷൻ ഓഫ് ഹാർട്ട്വുഡ്, അങ്ങനെയാണ് പറയുന്നത്, കാതൽ രൂപീകരണം നടത്തുന്നു. പുൽവർഗ്ഗങ്ങളിലും കുറ്റിച്ചെടികളിലും ഇലയുടെ അഗ്രഭാഗത്തായി കാണപ്പെടുന്ന അധിക ജലം പുറന്തള്ളുന്നതിന് വേണ്ടിയുള്ള സുഷിരങ്ങളാണ് ഹൈഡത്തോടുകൾ. അപ്പോൾ നമ്മുടെ രാവിലെ നമ്മൾ മഞ്ഞുവെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, മഞ്ഞു കാലാവസ്ഥയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുല്ലിൻ്റെയൊക്കെ അറ്റത്ത് ഒരു ജലത്തുള്ളി വന്ന് നിൽക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു സുഷിരമാണ് ഹൈഡത്തോടുകൾ. അപ്പോൾ ആ ഹൈഡത്തോടുകളുടെ ഒരു പേരൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിസർജന അവയവങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ നെഫ്രോണിൻ്റെ ഘടനയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക്